അത് വാങ്ങിച്ചോ ശ്രീകുട്ടി വാങ്ങിക്കത്. ഒരാളെ തിന്നാ മതി, എല്ലാവരും തന്നെ. അതെ അതെ അതെ. ആ ഇട്ടോളെ. ഫ്രണ്ട്സേ, ധന്യാണേ. ഞാനിപ്പോൾ ഉള്ളതേ തിരുവാലത്തൂർ അമ്പലത്തിലാണ് കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടത്തെയാണേ. അങ്ങനെ അമ്പലത്തിൽ കയറിയത് ഞാനും എൻ്റെ മകനും മോളും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല അടിപൊളി കാഴ്ചകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായ ഈ ഒരു നിമിഷം പങ്കുവെക്കുന്നതിലൂടെ എനിക്കും ഒരു ആത്മസംതൃപ്തി എനിക്കും ഉണ്ട്. കാരണം ഇന്ന് എൻ്റെ നാൾ കൂടിയാണ് കാർത്തിക. ഇന്ന് ഇവിടെ മഹാകാർത്തിക വിളക്കാണ് കേട്ടോ. ഈ ഓരോ വിളക്കിൻ്റെ താഴിലും തിരികളൊക്കെ ഇട്ട് വിളക്ക് കൊളുത്തുമ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ടാണ്. അപ്പോൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ ഒന്ന് രണ്ട് കാഴ്ചകൾ കൂടെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കുകയാണ്. വഴിയോര കച്ചവടക്കാർ ഒരുപാട് ആളുകൾ ഇവിടെ വഴിയോര കച്ചവടക്കാരായിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഈ ഓരോ അമ്പല നടകളിലും അവരിങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും വാങ്ങുന്നില്ലേ മോളെ. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരം അമ്പലം തൊഴുതിയിട്ട് വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓരോ അമ്മമാരുടെ അടുത്തും പറഞ്ഞു കുപ്പിവളയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ വരുമ്പോൾ വാങ്ങിക്കാട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ ഇടതുഭാഗത്തായിട്ട് രണ്ട് ഗജവീരന്മാരെ അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു വീഡിയോ എടുത്തു എൻ്റെ ക്യാമറയിൽ. എൻ്റെ ക്യാമറ എന്ന് വെച്ചാൽ എൻ്റെ ഫോണാണേ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷം. പക്ഷേ എനിക്ക് ആനനെ ഭയങ്കര പേടിയാണ്. ആനയുള്ള പരിപാടികൾക്കൊന്നും ഞാൻ പോകാറില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, ആന ഇടഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും എന്താ എൻ്റെ മകൾ അതാ പോയിക്കൊണ്ടിരിക്കണോ. പക്ഷേ ഇതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ മൊത്തം കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഒരു ചുമരാണ് കാണുന്നത്. പിന്നെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ട് മൂർത്തി അമ്പലം ഉള്ളത് കേട്ടോ. തിരുവാലത്തൂർ രണ്ട് മൂർത്തി ഭഗവതി ക്ഷേത്രമാണിത്. നല്ല പേര് കേട്ട പ്രശസ്തമായ അമ്പലം കൂടിയാണ് കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട് അമ്പലത്തിൽ വന്നതുകൊണ്ട് എങ്ങനെയാണ് തൊഴുതേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ചോദിച്ച് ഓരോ കാര്യങ്ങളും എല്ലാവരും ചോദിച്ച് തന്നെയല്ലേ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ അടുത്തുള്ളൊരു ചേച്ചീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ അമ്പലത്തിൽ കയറുക, ഏത് ഭാഗത്ത് കൂടിയാണ് പോകേണ്ടത്, ഏത് ഭാഗത്ത് കൂടിയാണ് വരിക എന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ആദ്യം തന്നെ ഇവിടെ ഒരു കൊടിമരമുണ്ട്. ആ ഒരു മരത്തിന് മുന്നിൽ നിന്ന് തൊഴുതി അകത്തേക്ക് കയറി. പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നെറ്റിയിൽ ചന്ദനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വരുമ്പോൾ ചന്ദനമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അർച്ചനയ്ക്ക് കൊടുത്തു കേട്ടോ. നെയ്വിളക്കും അതുപോലെ പുഷ്പാഞ്ജലിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ സംഗീത കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സംഗീത കച്ചേരി. വൈകുന്നേരം വന്നാൽ ഈ ഒരു അമ്പലം കാണാൻ നല്ല ഐശ്വര്യമാണ് കേട്ടോ. കാരണം ഈ ഒരു അമ്പലം ചുറ്റും വിളക്കാണ്. വിളക്ക് പേര് കേട്ട അമ്പലമാണ്. കാർത്തിക വിളക്കിന് പേര് കേട്ട അമ്പലമാണ് ഈ ഒരു തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം. അങ്ങനെ പ്രസാദം കിട്ടിയിട്ടുണ്ട് കേട്ടോ. തിരുവാലത്തൂർ ദേവസ്വം ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെ പ്രസാദവും മേടിച്ചു. പോകുന്നതേ ഇവിടെ ഒരു പുഴയുണ്ട്. ആ പുഴ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ശ്രീകുട്ടിയും പിന്നെ ബദ്രിയുണ്ട്. ഇതാ പോകുന്ന വഴിയാണ്. നോക്കിപ്പോ സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഭാരതപ്പുഴയെ കാണാനായിട്ടാണ് ഈ പോകുന്നത്. ഈ ഒരു അമ്പലത്തിൻ്റെ വലത് സൈഡായിട്ടാണ് ഈ ഒരു ഭാരതപ്പുഴ ഒഴുകുന്നത് തന്നെ കേട്ടോ. ആ ഒഴുക്ക് കാണാനായിട്ട് എത്ര മനോഹരമാണെന്നോ. അതിമനോഹരമായി ഈ കാഴ്ച കാണാൻ ഒരുപാട് ആളുകളാണ് ദേവിയെ തൊഴുതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. എന്തായാലും ഞാനും എൻ്റെ മക്കളും ഇങ്ങനെയൊരു അത്ഭുത കാഴ്ച, പുണ്യമാക്കപ്പെട്ട ഭൂമിയെ തഴുകി ഉണർത്തുകൊണ്ട് ഭാരതപ്പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായിട്ട്. ഒരുപാട് ആളുകളാണ് ഈ കാഴ്ച കാണാൻ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതും. എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ പകർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും അമ്പലത്തിലെ കാഴ്ചകളും തൊഴുതലും പ്രസാദം വാങ്ങിക്കലും അതുപോലെ തന്നെ ഭാരതപ്പുഴയെ കാണലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വഴിയോര കച്ചവടക്കാരും അവരുടെ വയറ്റുപഴപ്പിനായിട്ട് മിഠായികളും കോൽമിഠായിയും പൊരിയും ഒക്കെ വിൽക്കാനായി വെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കിവിടെ എടുത്ത് പറയാനുള്ളത് ഓരോന്നിനും ഓരോ റേറ്റ്, പലതിനും പല ക്വാളിറ്റി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സൂക്ഷിച്ച് കണ്ടും കേട്ടുമൊക്കെ വാങ്ങിക്കാൻ നോക്കുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. പിന്നെ അടുത്തത് പോകുന്നത് ഇതുപോലെയുള്ള പ്രായമായ അമ്മമാർ വള വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരും അതുപോലെ ഓരോ വായിൽ തോന്നിയ വിലയൊക്കെ ആയിരിക്കും പറയുക. എന്നാലും നമ്മൾ ഓരോ രൂപ സഹായിക്കുമ്പോൾ അവർക്കും ഒരു സഹായമായിരിക്കും അത്.